നാലാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. ഈ ചിത്രത്തിൽ ജഗദീഷ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അച്ഛന്റെ പേരെന്താണ്? എ കൃഷ്ണ കൈമൾ, ബി കൃഷ്ണപിള്ള, സി കൃഷ്ണൻകുട്ടി. കൃഷ്ണയാണെന്ന് എനിക്കറിയാം, കൈമളാണോ പിള്ളയാണോ കുട്ടിയാണോ എന്ന് അറിഞ്ഞൂടാ. തെറ്റിയപ്പോഴൊന്നും പോവില്ലല്ലോ, തന്നതൊന്നും. അത് പോകത്തില്ല, പക്ഷെ ഇതിന്റെ എമൗണ്ട് പോകും. അതിന്റെ പോവാണെങ്കിൽ പോട്ടെ, 1000 രൂപ അല്ലേ. എന്താണെന്നറിയോ, നമ്മൾ സിനിമ കാണുമ്പോൾ ഇങ്ങനെ അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കൂലല്ലോ. കൃഷ്ണപിള്ള, കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, കൃഷ്ണപിള്ള. കൃഷ്ണ കൈമൾ, കൃഷ്ണപിള്ള, കൃഷ്ണൻകുട്ടി. 20 സെക്കൻഡേ ഉള്ളൂ. അയ്യോ, കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി. ഓക്കെ, സി കൃഷ്ണൻകുട്ടിയെ ഞാൻ എടുത്തിട്ട് പൂട്ടി. ഓക്കെ, ഇനി ഒരു ഉഗ്രൻ ചോദ്യം. നിരീശ്വരവാദികൾ നിർമ്മിച്ച സിനിമ, അതിന്റെ പേരെന്താണ്? നിരീശ്വരവാദികൾ നിർമ്മിച്ച സിനിമയുടെ പേരെന്താണ്? നിരീശ്വരവാദികൾ നിർമ്മിച്ച ഈശ്വരനില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആയിരിക്കാം. എന്തെങ്കിലും ഒരു ക്ലൂ അത്ര എനിക്കങ്ങ് ക്ലൂ ഒന്നങ്ങ് തന്നില്ലേ. പോയോ? ഗോഡ്സില്ല. ഗോഡ്സില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത ചോദ്യം ചോദിക്കും. അപ്പൊ ഇതിനകത്ത് ഞാൻ തോറ്റിട്ടാ. അടുത്ത ചോദ്യം, ഒരു ഫ്രിഡ്ജിൽ ജിറാഫിനെ എങ്ങനെ കയറ്റും? നേരത്തെ പറഞ്ഞ പോലെ തന്നെയല്ലേ, ഫ്രിഡ്ജ് തുറക്കുക, ജിറാഫിനെ കയറ്റുക. തെറ്റ്. അല്ലല്ല, ഫ്രിഡ്ജ് തുറക്കുക, ആന എടുത്ത് മാറ്റുക, ജിറാഫിനെ കയറ്റുക. സൂപ്പർ. അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയത്. സി കൃഷ്ണൻകുട്ടിയാണ് നമ്മൾ പൂട്ടി വെച്ചിരിക്കുന്നത്. കൃഷ്ണൻകുട്ടി ഉത്തരം ശരിയല്ല. കൃഷ്ണൻ പിള്ളയായിരുന്നോ? അതാദ്യം പറഞ്ഞായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു? എനിക്കത് അറിയില്ലല്ലോ. ആദ്യത്തെ പേരെന്താ? കൃഷ്ണ കൈമൾ. അയ്യോ, കൈയാണല്ലേ കാണിച്ചത്. പിന്നല്ലാതെ ഇതെന്റെ കൈ. ഇത്രയും നന്മയുള്ള മനസ്സൊന്നും എനിക്കറിയില്ല. അയ്യടാ, സാരമില്ല, മറ്റത് പോവില്ലല്ലോ. അതൊന്നും പോകത്തില്ല. ഓക്കെ, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, വിഷമമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക. അപ്പൊ അതിന് അങ്ങനെ വിഷമിക്കുകയാണെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം, ഇതിന് തെറ്റിപ്പോയതിനു വേണ്ടി പരിഹാരമായിട്ട്. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്ക, ഞാനിന്നെടുത്തു വെച്ചേ എന്റെ നെറ്റിയിലെത്താമ്പളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്ക, ഞാനിന്നെടുത്തു വെച്ചേ എന്റെ നെറ്റിയിലെത്താമ്പളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്ക. അയ്യോ, അപ്പൊ എന്റെ കൂടെ പിന്നണി ഗായികയും കൂടെ ആയി. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ എന്തായിരുന്നറിയോ ചോദിക്കാനിരുന്നത്? എനിക്ക് ശ്രീയുടെ കൂടെ ഒരു ഡ്യൂയറ്റ് പാടണമെന്ന്. എനിക്കൊരു സിക്സ്ത് സെൻസ് ഉണ്ട്. അത് എന്തോ ദൈവം അങ്ങനെ. എനിക്ക് പറയാലോ, ഞാൻ MG ശ്രീമാന്റെ കൂടെ ഡ്യൂയറ്റ് പാടിയിട്ടുണ്ടെന്ന് പറയാം. ഇനി ഏതെങ്കിലുമൊക്കെ ഇനി അടുത്ത വർഷം ഷോ ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് വരുമ്പോഴേ നമുക്കും കൂടാം. ഒരു അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബായിലൊക്കെ ഷോയ്ക്ക് പോകുമ്പം എന്റെ ഗായിക ആരാണ്? അത് മഞ്ജു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം, ആരാണ് എന്റെ കൂടെ പാടുന്നത്? അത് മതി. അങ്ങനെ ചോദിക്കാം. ഇന്ന് ആരാണ് ആ പുള്ളിയുണ്ട്, എന്താണ് ടിവിയിലൊക്കെ ഒരുമാതിരി 10,000 വന്നോ ഏതാണ്ട് പറയുന്ന കക്ഷിയുണ്ടല്ലോ, പൂക്കുറ്റി എന്നൊക്കെ പറയുന്നത്. ഒരു MG ശ്രീകുമാർ. അങ്ങനെ കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാന്ന് പറയുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. അയ്യോ ദൈവമേ. അഞ്ചാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കും. അയ്യോ, പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും മലയൊരാളാകും, കേട്ടോ ഞാനും ഒരാളാകും, ഓട്ടോ പൈലറ്റ് പോലാകും. മഞ്ജു ക്വാളിഫിക്കേഷൻ എവിടം വരെയാണ്? ഞാൻ ഡിഗ്രി BEd ആണ്. മലയാളം. അപ്പൊ ഇംഗ്ലീഷിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടായി. അറിയാവുന്നതാണെങ്കിൽ പറയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. ഞാൻ അങ്ങനെ വലിയ അറിവാളിയൊന്നുമല്ല. ഈ അറിവാളി എന്ന് പറഞ്ഞ എന്ത് വാക്കാണ്? ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു.
വാളിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ ഭയങ്കര വാളിയാണെന്ന് കേട്ടു. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഭയങ്കര അറിവാളി പോണെന്ന് പറയും. അതായത് ഈ അറിവ് കൂടിയിട്ട് എല്ലാത്തിനും ഇങ്ങനെ ആധികാരികമായിട്ട് ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ആധികാരികമായിട്ട് എല്ലായിടത്തും പറഞ്ഞു കളയും. ചിലപ്പോ പൊട്ടത്തെറ്റായിരിക്കും പറയുന്നത്. അപ്പോ ചോദ്യം ഇതാണ്, ഈ ഗാനത്തിൽ മോഹൻലാൽ വിളിച്ചു പറയുന്ന ഡിഗ്രികൾ ഏതൊക്കെയാണ്? എ BA MA MBBS, MA BA MBBS, CA MA MBBS. BA MA MBBS. A BA MA MBBS ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം. അപ്പം സിംഹം കാട്ടിലെ സിംഹം. അപ്പൊ ഇതിന്റെ അടുത്ത് ഫ്രിഡ്ജിന്റെ അടുത്തൊരു കാടുണ്ട്. എല്ലാം ഈ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിനെ ചുറ്റിപ്പറ്റിയുള്ള കാടുണ്ട്. അപ്പൊ കാട്ടില് സിംഹം മീറ്റിംഗ് വിളിച്ചു കൂട്ടി. പെട്ടെന്ന് അടിയന്തരാവസ്ഥ, പെട്ടെന്ന് എല്ലാരും വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാരും വന്നു. ഒരാള് മാത്രം വന്നില്ല. ആര്? അല്ലേ, കാരണം ഞാൻ ചോദിച്ചില്ല ആദ്യം ഫ്രിഡ്ജ്. എല്ലാം ഫ്രിഡ്ജിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യമായതുകൊണ്ട് എന്റെ അറിവാളി അങ്ങ് കേറി. അതാ എനിക്ക് തെറ്റുപറ്റി. അതൊന്നുമില്ല, ജിറാഫ് മാത്രം വന്നില്ല, ഫ്രിഡ്ജിനകത്തായി പോയി. അപ്പൊ ഇനി എല്ലാം പറയുമായിരിക്കും. ഞാൻ ചെയ്യൂ ഇപ്പോ. സൂപ്പർ. അപ്പം A BA MA MBBS ഉത്തരം ശരിയാണ്. 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്.